നമസ്കാരം. എല്ലാവർക്കും ദ ഹോപ്പ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. എൻ്റെ ജോലി AI കൊണ്ടുപോകുമോ? ഇനി വരാൻ പോകുന്ന ലോകത്ത് എനിക്ക് പ്രസക്തി ഉണ്ടോ? ഇത്തരം ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ടെക് വിദഗ്ധനായിട്ടല്ല, മറിച്ച് കഴിഞ്ഞ 8 വർഷമായി ഡിസൈനർ രംഗത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെ തന്നെ ഈ മാറ്റങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തായിട്ടാണ്. നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, അതോ ഈ മാറ്റത്തെ നമുക്ക് എങ്ങനെ അവസരമാക്കി മാറ്റാം എന്ന് നോക്കാം. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാം, ഡിസൈൻ ആയാലും റൈറ്റിംഗ് ആയാലും കോഡിംഗ് ആയാലും എല്ലാം AI ചെയ്യുന്നു. ശരിയാണ്, മാറ്റങ്ങൾ വേഗത്തിലാണ്. ഒരു ഡിസൈനർ എന്ന നിലയിൽ എനിക്ക് പറയാം, മുൻപ് മണിക്കൂറുകൾ എടുത്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ AI ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് പലർക്കും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ജോലിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, സാങ്കേതികവിദ്യ എന്നും മനുഷ്യൻ്റെ വളർച്ചയ്ക്കൊപ്പമേ ഉണ്ടായിട്ടുള്ളൂ. തീ കണ്ടുപിടിച്ചപ്പോഴും ഇലക്ട്രിസിറ്റി വന്നപ്പോഴും ആളുകൾ പേടിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാക്കുകയാണ് ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. AIക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അത് ഡാറ്റ പ്രോസസ്സ് ചെയ്യും, പാറ്റേണുകൾ മനസ്സിലാക്കും, വേഗത്തിൽ റിസൾട്ട് തരും. പക്ഷേ അതിന് സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എമ്പതി. ഒരു മനുഷ്യൻ്റെ വികാരം മനസ്സിലാക്കി പെരുമാറാൻ ഒരു മെഷീന് ഒരിക്കലും സാധിക്കില്ല. രണ്ടാമത്തേതായിട്ട് ക്രിയേറ്റീവ് ഇൻസൈറ്റ്. എൻ്റെ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും അവരുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അത് AIക്ക് ലഭിക്കുന്ന വെറും ഇൻപുട്ട് മാത്രമാണ്. ആ ഫീലിങ്സ് വരുന്നത് മനുഷ്യരിൽ നിന്ന് മാത്രമായിരിക്കും. മൂന്നാമതായിട്ട് എത്തിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ഒരു ഉത്തരവാദിത്തത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതുമാകട്ടെ, അതിൽ നിങ്ങളുടേതായ ഒരു യുണീക്ക് ടച്ച് ഉണ്ടെങ്കിൽ ആരും നിങ്ങളുടെ ജോലി കവരില്ല. നമുക്കിനി എങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കാം. ഇനി എങ്ങനെ ഇതിനെ അതിജീവിക്കാം? ലളിതമായ കാര്യങ്ങളാണ്. AIയെ പേടിക്കേണ്ട, ഉപയോഗിക്കാൻ പഠിക്കൂ. ഇന്ന് ഞാൻ എൻ്റെ ജോലികളിൽ AI ഉപയോഗിക്കുന്നുണ്ട്. അത് എൻ്റെ ജോലിയെ എളുപ്പമാക്കി തരുന്നതല്ലാതെ എനിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല. AI നിങ്ങളുടെ ശത്രുവല്ല, അതൊരു സൂപ്പർ പവറാണ്. അത് ഉപയോഗിക്കാൻ പഠിക്കുന്നവരായിരിക്കും ഭാവിയിൽ മുന്നിൽ നിൽക്കുക. ലിവറേജിങ് യൂസർ സ്കിൽ. നിങ്ങളുടെ സ്കില്ലിനൊപ്പം AI കൂടി ചേരുമ്പോൾ അത് ഡബിൾ പവറാകുക മാത്രമേ ഉള്ളൂ. ലേണിംഗ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടി കാണിക്കരുത്. അപ്ഡേറ്റഡ് ആയിരിക്കുന്നവർക്ക് മാത്രമാണ് അവസരങ്ങൾ എന്നും ലോകം കൊടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മാറ്റം എന്നത് പ്രകൃതിയുടെ നിയമമാണ്. പേടി വെച്ച് കൈകെട്ടിയിരുന്നാൽ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. പകരം ആത്മവിശ്വാസത്തോടെ ഈ മാറ്റത്തെ പഠിച്ചെടുക്കുക. ദ ഹോപ്പ് എന്ന ഈ ചാനലിലൂടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നതെന്ന്. ഭാവിയെ ഭയപ്പെടേണ്ട, പകരം ഭാവിയെ രൂപപ്പെടുത്താൻ നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂടെയുള്ളവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ വിഷയവുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് ഹോപ്പ് നേരുന്നു. നന്ദി.